നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഓഫീസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന നിർബന്ധിത മതപരിവർത്തനവും ലൈംഗിക പീഡനവും സംബന്ധിച്ച പരാതികൾ രാജ്യവ്യാപകമായി ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരം സംഘടിത പ്രവർത്തനങ്ങളെ കൂടുതൽ കർശനമായി നേരിടണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ബിജെപി നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ സമർപ്പിച്ച ഹർജിയിലാണ് സംഘടിതമായി നടത്തുന്ന നിർബന്ധിത മതപരിവർത്തനങ്ങളെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 113 പ്രകാരം ഭീകരപ്രവർത്തനമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹർജിയിൽ പറയുന്നതനുസരിച്ച് വഞ്ചന, ഭീഷണി, മാനസിക സമ്മർദ്ദം, ജോലി വാഗ്ദാനം, വിവാഹ വാഗ്ദാനം, സാമ്പത്തിക സഹായം എന്നിവയുടെ മറവിൽ നടത്തുന്ന മതപരിവർത്തന ശ്രമങ്ങൾ വ്യക്തികളുടെ മതസ്വാതന്ത്ര്യത്തെ മാത്രമല്ല രാജ്യത്തിന്റെ ഭരണഘടനാപരമായ അടിസ്ഥാന മൂല്യങ്ങളെയും ബാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരത്തിനും ദേശീയ ഐക്യത്തിനും ജനാധിപത്യ സംവിധാനത്തിനും വെല്ലുവിളിയാകാമെന്നാണ് ഹർജിക്കാരന്റെ വാദം. വിദേശ സംഘടനകളുടെ പിന്തുണയോടെ ജനസംഖ്യാനുപാതം മാറ്റാനുള്ള ദീർഘകാല ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ഇത്തരം കേസുകൾ സാധാരണ കുറ്റകൃത്യങ്ങളായി മാത്രം കാണാതെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സംഘടിത പ്രവർത്തനങ്ങളായി കാണേണ്ടതുണ്ടെന്നാണ് ഹർജിയിലെ പ്രധാന വാദം. അതിനാൽ UAPA പോലുള്ള കർശന നിയമങ്ങളുടെ പരിധിയിൽ നിർബന്ധിത മതപരിവർത്തനങ്ങളെ കൊണ്ടുവരണമെന്നും ഹർജിക്കാരൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ വ്യത്യസ്ത നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും രാജ്യവ്യാപകമായി ഒരേ തരത്തിലുള്ള കർശന നിയമ നടപടികൾ ആവശ്യമാണെന്ന നിലപാടാണ് ഹർജിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. നാസിക്കിലെ TCS ശാഖയിൽ ജോലി ചെയ്തിരുന്ന 8 വനിതാ ജീവനക്കാരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം പരാതി നൽകിയത്. 2022 ഫെബ്രുവരി മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ തന്നെ മാനസികമായും ലൈംഗികമായും പീഡിപ്പിച്ചതായും മതപരിവർത്തനത്തിന് സമ്മർദ്ദം ചെലുത്തിയതായും ഇവർ പരാതിയിൽ ആരോപിച്ചു. പരാതിക്കാരായ യുവതികളിൽ ഭൂരിഭാഗവും 18 മുതൽ 25 വയസ്സ് വരെയുള്ളവരാണെന്നും പലരും ആദ്യമായി ജോലി ചെയ്യുന്നവരാണെന്നും അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ഇവർ കുടുംബത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ കാരണം ജോലി നഷ്ടമാകുമോ എന്ന ഭയത്തിൽ ഏറെക്കാലം മിണ്ടാതിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പരാതി ഉയർന്നതിന് പിന്നാലെ നാസിക് സിറ്റി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. സംഭവം വളരെ ഗൌരവമുള്ളതാണെന്ന് വിലയിരുത്തിയ പോലീസ് രഹസ്യ അന്വേഷണത്തിനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുമായി പ്രത്യേക സംവിധാനമൊരുക്കി. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർ ഹൌസ് കീപ്പിംഗ് ജീവനക്കാരെന്ന വ്യാജേന TCS ഓഫീസിൽ പ്രവേശിച്ച് ഏകദേശം 2 ആഴ്ചക്കാലം നിരീക്ഷണം നടത്തിയതായാണ് വിവരം. ഈ കാലയളവിൽ ചില ജീവനക്കാർ സഹപ്രവർത്തകരെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുകയും മതപരിവർത്തനത്തിനായി സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ സൂചനകൾ ലഭിച്ചതായി അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ലൈംഗിക ചൂഷണവും മതപരിവർത്തന ശ്രമങ്ങളും സംബന്ധിച്ച പരാതികൾ നേരത്തെ തന്നെ കമ്പനി മാനേജ്മെന്റിനും HR വിഭാഗത്തിനും നൽകിയിരുന്നുവെന്നാണ് പരാതിക്കാരായ യുവതികളുടെ ആരോപണം. എന്നാൽ അവഗണനയാണ് നേരിട്ടതെന്ന് അവർ പറയുന്നു. പരാതിക്കാരായ വനിതാ ജീവനക്കാരുടെ കൈവശമുണ്ടായിരുന്ന ഇമെയിലുകൾ, വാട്സാപ്പ് സന്ദേശങ്ങൾ, ചാറ്റ് രേഖകൾ, ഫോൺ കോളുകളുടെ വിവരങ്ങൾ, ഓഫീസ് CCTV ദൃശ്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏകദേശം 78 ഇമെയിലുകളും മറ്റ് സന്ദേശങ്ങളുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ചില യുവതികളെ റമദാൻ നോമ്പ് എടുക്കാൻ സമ്മർദ്ദപ്പെടുത്തിയതായും നമസ്കാരം ചെയ്യാനും ഭക്ഷണരീതിയിൽ മാറ്റം വരുത്താനും നിർബന്ധിച്ചുവെന്നുമുള്ള ആരോപണങ്ങളും അന്വേഷണ പരിധിയിലുണ്ട്. ബീഫ് കഴിക്കാൻ നിർബന്ധിച്ചുവെന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷമേ അന്തിമ നിഗമനത്തിലെത്താനാകൂ എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ജോലി നഷ്ടമാകുമെന്ന ഭയം ഉപയോഗിച്ചാണ് ഇത്തരം സമ്മർദ്ദങ്ങൾ ചെലുത്തിയതെന്നാണ് പരാതിക്കാരുടെ പ്രധാന ആരോപണം. ഇതിനൊപ്പം വിദേശ ബന്ധമുള്ള മതപ്രഭാഷകരുമായി ചില ജീവനക്കാരെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മലേഷ്യയുമായി ബന്ധമുള്ള മതപ്രഭാഷകനെ വീഡിയോ കോളിലൂടെ ചില യുവതികൾക്ക് പരിചയപ്പെടുത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയതായ റിപ്പോർട്ടുകളുണ്ട്. പ്രതികൾ ജോലി വാഗ്ദാനം ചെയ്ത് യുവതികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് അവരുടെ സ്വകാര്യ ദൃശ്യങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. ചിലരെ വിവാഹ വാഗ്ദാനം നൽകി വശീകരിക്കാൻ ശ്രമിച്ചുവെന്നും പിന്നീട് മതം മാറണമെന്ന് സമ്മർദ്ദം ചെലുത്തിയെന്നുമാണ് പരാതികൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള യുവതികളെയാണ് സംഘം പ്രധാനമായും ലക്ഷ്യമിട്ടതെന്ന് അന്വേഷണ സംഘം കരുതുന്നു. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളും സാമ്പത്തിക ഇടപാടുകളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 9 FIR-കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവിധ കുറ്റകൃത്യങ്ങളായ ലൈംഗികാതിക്രമം, ഭീഷണി, വഞ്ചന, മതവികാരം ദുരുപയോഗം ചെയ്യൽ, വിശ്വാസവഞ്ചന, IT നിയമപ്രകാരം സ്വകാര്യത ലംഘിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ചില മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കേസിന്റെ വ്യാപ്തി കൂടുതൽ വ്യക്തമാക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ഈ കേസ് ഇപ്പോൾ ഒരു സ്ഥാപനത്തിനുള്ളിലെ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം എന്ന പരിധി കടന്ന് നിർബന്ധിത മതപരിവർത്തനം, സ്ത്രീ സുരക്ഷ, ജോലിസ്ഥലങ്ങളിലെ പീഡനം, മതസ്വാതന്ത്ര്യം, ദേശീയ സുരക്ഷ തുടങ്ങിയ വലിയ വിഷയങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സുപ്രീം കോടതി ഹർജിയിൽ എന്ത് നിലപാട് സ്വീകരിക്കും, അന്വേഷണത്തിൽ ഇനി എന്തെല്ലാം വിവരങ്ങൾ പുറത്തുവരും എന്നതിലാണ് ഇപ്പോൾ രാജ്യത്തിന്റെ ശ്രദ്ധ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.